ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്നിവിടെ നിങ്ങൾക്ക് കാണാം ഒരു സാമ്പാർ, കല്യാണ സാമ്പാറിൻ്റെ അതേ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും അത് അതിൻ്റേതായ രുചിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ചേരുവകളെല്ലാം കൂടി കറക്റ്റ് ആകുമ്പോഴാണ് ആ സാമ്പാറിന് അതിൻ്റേതായ രുചി വരുന്നത്. അപ്പോൾ കല്യാണ സാമ്പാർ എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ അതേ ചേരുവകളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. ശരിക്കും കല്യാണ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാം, ഒരു നല്ലൊരു അടിപൊളി സാമ്പാർ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ട പരിപ്പ് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 75 ഗ്രാം പരിപ്പുണ്ടായിരിക്കും, അത്രയും മതി നമുക്ക്. അത് നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കണം. കാരണം നല്ല രീതിയിൽ വെന്തുടഞ്ഞാലാണ് സാമ്പാറിൻ്റെ യഥാർത്ഥ രുചി ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഞാനിവിടെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ചേരുവകൾ. ഒരു ചെറിയ കഷ്ണം മത്തൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെറുതാക്കി നുറുക്കി പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കുമ്പളങ്ങയുടെ കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, ഒരു 2 തക്കാളി. ഇത്രയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നല്ല രീതിയിൽ വെന്താലാണ് കഷ്ണങ്ങളുടെ ടേസ്റ്റ് വരിക. സാമ്പാറിലേക്ക് എല്ലാ കാര്യങ്ങളും അതേമാതിരിയാണ്, എല്ലാം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അതിലൊരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയത്, അത് മറന്നു പോയതാണ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാനൊരു കഷ്ണം കായം എടുത്തിട്ടിട്ടുണ്ട്. കൂടാതെ ഒരു 4-5 ചെറിയ ഉള്ളി. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകി വെച്ചത് ഒരു 1/2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അരമുറി നാളികേരത്തേക്കാൾ കുറച്ച് കുറവായിരിക്കും. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോകരുത്, ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. വളരെ ക്ഷമയോടുകൂടി ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മുടെ സാമ്പാറിന് രുചി കിട്ടുക. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂണാണ് കേട്ടോ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഒരു ചെറിയ തീയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു മൂത്ത മണമൊക്കെ വരും. അപ്പോൾ നമുക്കവിടെ നിർത്താം. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ സാമ്പാർ പൗഡർ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈസ്റ്റേൺ സാമ്പാർ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂപ്പിക്കൊന്നും വേണ്ട, ഇതിട്ടിട്ട് ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പകുതി വേവായിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തത്. മുരിങ്ങക്കായ അത്ര ഗുണമുള്ളതൊന്നുമല്ല, ഉണങ്ങിയ മുരിങ്ങക്കായാണ് എനിക്ക് കിട്ടിയത്. മാർക്കറ്റിൽ നല്ല മുരിങ്ങക്കായൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് അത്രയും കിട്ടിയത്. അപ്പോൾ അത് അവിടെ വേവട്ടെ. അതിലിടയ്ക്ക് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 1.5-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇതിലേക്കൊരു 10-12 കൊച്ചുള്ളി. ഇത് നമുക്കിതിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. ഉടഞ്ഞു പോകുന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അപ്പോൾ അതുവരെ വഴറ്റിയെടുത്തിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം കളറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്ക് ഒരു
പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ എണ്ണയൊക്കെ നമുക്കൊന്ന് വാർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെണ്ടയ്ക്ക കൂടി ഞാൻ ഇടുന്നുണ്ട്. അതും നമുക്ക് വറുത്ത് കോരി വെക്കണം. വെണ്ടയ്ക്ക അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ നമുക്കതും മാറ്റിയിട്ട് ഇതേ അരിപ്പയിൽ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ ഇതേ അരിപ്പയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് എണ്ണ വാരാൻ വയ്ക്കാം, ഇതേ പാത്രത്തിൽ തന്നെ വയ്ക്കാം. അപ്പോൾ എണ്ണ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കഷ്ണം എടുത്തിട്ട് വെന്താൻ നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ കഷ്ണങ്ങൾ വെന്ത മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തത് നമുക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം. ഓവറാവാൻ പാടില്ല, എപ്പോഴും മീഡിയം പുളിയാണ് സാമ്പാറിൽ നിൽക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതേപടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി എങ്ങനെയുണ്ട് നോക്കാം. ഗ്രേവി കട്ടി കൂടുതലാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യം വരും. കാരണം ഇതിലേക്ക് ഇനി പരിപ്പൊക്കെ വരാനുള്ളതാണ്. പരിപ്പ് ഇപ്പം അതിനൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, പരിപ്പ് ഞാൻ ലാസ്റ്റാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരു 2 മിനിറ്റ്. നല്ല രീതിയിൽ ഇളക്കി പിന്നെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റാണോ നോക്കിയിട്ട് വേണം അടച്ചു വയ്ക്കാം കേട്ടോ. പിന്നെ ഉപ്പ് പുളിയൊക്കെ വേണമെങ്കിൽ ഇപ്പം നോക്കാം. പരിപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു പുളി കുറവുള്ള മാതിരി തോന്നി എനിക്ക്. ഞാൻ കുറച്ച് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ച് വെച്ച വെണ്ടയ്ക്ക് ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം, ഒന്ന് തിള വരുന്നത് വരെ. ഇതുപോലെ വേണം അടച്ചു വയ്ക്കാം. ഫുള്ളായിട്ട് അടച്ചു വെച്ചാൽ അത് തിളച്ചിട്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസൊക്കെ ഈ പാത്രത്തിൽ പറ്റി പിടിക്കും മൂടിയിൽ. അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം കുറവുണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഏകദേശം ഗ്രേവിയൊക്കെ ഏകദേശം കറക്റ്റാണ്. ഉപ്പ് നോക്കാം വേണമെങ്കിൽ. ഇനി നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചത് അതേപടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് സാമ്പാറിൻ്റെ യഥാർത്ഥ രുചിക്കൂട്ട് ആയിട്ടുള്ളത്. പരിപ്പ് കൂടി ചെന്നാലാണ് അതിൻ്റെ കളറും എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരിക. കുറച്ചൊരു ലൂസായിട്ടാവും ഇപ്പം ഇരിക്കുന്നുണ്ടാവുക. കാരണം ഈ സാമ്പാർ എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് വറ്റി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഒന്നുകൂടെ മൂടി വെച്ചിട്ടൊരു 2 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ തൽക്കാലം നമുക്കിവിടെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഒരു അച്ച് ശർക്കര ഞാൻ എടുത്തതാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മളിങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ ചുരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. അത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പലതരം മസാലകളും ചേർന്നിട്ടുള്ളതല്ലേ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച അതേ പാൻ തന്നെയാണ്, അതേ എണ്ണയാണ് ഞാനിവിടെ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്, ഉരുവിട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ ഈ സാമ്പാർ നല്ല രീതിയിൽ ഗ്രേവി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നിങ്ങൾ കണ്ട ഇപ്പോൾ ഈ സാമ്പാറിൻ്റെ ഗ്രേവി അല്ല, നല്ല അടിപൊളി ഒരു കല്യാണ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് അതേ ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സാമ്പാറിൻ്റെ വിശേഷം. കല്യാണ വീട്ടിലെ അതേ രുചിയിലുള്ള ഈ സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.